ഗാസ സമാധാന മധ്യസ്ഥ ചർച്ചകൾ ആദ്യഘട്ടം വിജയകരമാണ് എന്നുള്ളൊരു വിവരം നമുക്ക് മുന്നിലേക്ക് ഇന്ന് രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അത് വിജയകരമാണ് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അറിയിച്ചിട്ടുണ്ട്. ആദ്യഘട്ട കരാറിൽ ഇസ്രായേലും ഹമാസും ഒപ്പുവെച്ചു. മുഴുവൻ ബന്ധികളെയും ഹമാസ് വിട്ടയക്കുമെന്നും കൂടി ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സൗമ്യ ആർ കൃഷ്ണയാണ് നമ്മളോടൊപ്പം ചേർന്നത്. സൗമ്യ, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷേ ഈ ഒരു 2 വർഷക്കാലം നമ്മൾ കേൾക്കാൻ കൊതിച്ചൊരു വിവരം കൂടിയാണ് ഇതല്ലേ? ഗസയിൽ സമാധാനം പുലരണം. ശരിക്കും ഓരോ വിവരങ്ങളും ഓരോ കാഴ്ചകളും ഒക്കെ ലോകത്തിന്റെ എമ്പാടും നെഞ്ച് തകർക്കും വിധമുള്ളതാണ്. ട്രംപിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോഴും അത് ഏത് വിധത്തിലായിരിക്കും എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. ആദ്യഘട്ടം വിജയിച്ചിരിക്കുന്നു. ഇനി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? തീർച്ചയായും പൂജ, നമുക്ക് മനസ്സറിഞ്ഞ് തന്നെ ഒരു ഗുഡ് മോർണിംഗ് പറയാവുന്ന ഒരു ദിവസമാണ്. കാരണം ലോകമെമ്പാടും കാത്തിരുന്ന ആ ഒരു സമാധാനം അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള ആദ്യ പടി എന്നോണം പൂർണ്ണമായി ഒരു സമാധാനത്തിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഗസയിൽ ആക്രമണം തുടരുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എങ്കിൽ പോലും സമാധാനത്തിലേക്കുള്ള ആദ്യ പടി എന്ന തരത്തിൽ ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ കഴിഞ്ഞ 3 ദിവസമായി നടത്തി വരുന്ന ചർച്ചകളിൽ ഒരു ഉടമ്പടി ആയിരിക്കുകയാണ്, ഒരു കരാറായിരിക്കുകയാണ്, വെടിനിർത്തലിനുള്ള ഒരു കരാറായിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യം ആദ്യം ലോകത്തെ അറിയിക്കുന്നത് പൂജ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതിയായിരുന്നു, ഒരു സമാധാന പദ്ധതിയായിരുന്നു. അതിന്മേലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടന്നത്. ഖത്തറും തുർക്കിയും പോലുള്ള രാജ്യങ്ങൾ മധ്യസ്ഥത വഹിച്ചു. ആ ചർച്ചയിൽ അതിനൊരു ഫലം കണ്ടിരിക്കുന്നു. ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും ഈ ഒരു ഉടമ്പടി, ഒരു വെടിനിർത്തലിനുള്ള കരാറിൽ എത്തിയിരിക്കുന്നു, അതിലൊരു ധാരണയിൽ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 20 ദിന പദ്ധതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പലസ്തീനിലെ ഒരു ഈ ഗസയുടെ ഒരു ഭരണ കാര്യങ്ങളിലെല്ലാം തന്നെ ഹമാസ് മാറി നിൽക്കണം. ഹമാസ് പൂർണ്ണമായും നിരായുധീകരണം ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ സൈന്യം പിന്മാറണം തുടങ്ങിയ ഒരുപാട് വ്യവസ്ഥകളുണ്ട്. അതിൽ ആദ്യഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് ബന്ദികളെ മോചിപ്പിക്കുകയാണ്. ഇരുവശത്തും തുടക്കം മുതൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഒരുപാട് ബന്ദികൾ ഉണ്ടായിട്ടുണ്ട്. ഈ ബന്ദികളെ മോചിപ്പിക്കുക, ഹമസും അതുപോലെ തന്നെ ഇസ്രായേലും ഇതിന് സമ്മതിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇസ്രായേൽ സൈന്യം വലിയ തോതിൽ ഗസ സിറ്റി അടക്കം വളഞ്ഞിരിക്കുകയായിരുന്നു. ഈ ഗസയിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമായി എത്തിയ യാനങ്ങളെ വരെ തടയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ പിന്മാറണം. ഈ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറുന്നു എന്ന് ട്രംപും അതുപോലുള്ള മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങളും ഉറപ്പാക്കണമെന്നുള്ള ഒരു വ്യവസ്ഥ കൂടി ഹമാസ് ഇത് അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്, ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്, ട്രംപിന് നന്ദി അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ന് അടിയന്തരമായി അവിടെ ഒരു പാർലമെന്ററി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് മുമ്പിൽ ഈ വെടിനിർത്തൽ കരാർ മുന്നോട്ട് വെക്കും. അത് ഈ പാർലമെന്റ് അംഗീകരിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ഒരു പക്ഷേ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരും എന്നുള്ള ഒരു വാർത്ത നമ്മൾ അറിഞ്ഞേക്കാം. എന്തായാലും ഖത്തറും ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ ആദ്യത്തെ ഘട്ടം എന്ന നിലയിൽ ഹമാസും അതുപോലെ തന്നെ ഇസ്രായേലും ഈ വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുകയാണ്, അംഗീകരിച്ചിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും ഗസയിൽ ഹമാസിന്റെ നിലപാട് എന്തായിരിക്കും, അല്ലെങ്കിൽ ശരിയാണ് സൗമ്യ. അപ്പോൾ ആദ്യഘട്ടം അതിൽ ഒരു വലിയൊരു പ്രതീക്ഷ നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. സൗമ്യയാണ് വിവരങ്ങൾ നൽകിയത്. അതിനിടയിൽ സൗമ്യ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സൈഡ് സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നുണ്ടായിരിക്കും. അവിടെ നിന്നും പ്രതീക്ഷയുടെ ആഹ്ലാദത്തിന്റെയൊക്കെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ വീണ്ടും സന്തോഷം പുലരട്ടെ എന്നാണ് ലോകമാഗ്രഹിക്കുന്നത്. לכולם זה בסדר?